സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമചടതകർത്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദട്ടമാത്രേ പുനരൊരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ബാധിതാക്ഷാത് ഗുരുവനപുരേഹന്തവാക്യഞ്ജനാനാം. നമസ്കാരം. സനാതന ധർമ്മസംബന്ധങ്ങളിലെ വിജ്ഞാന ശകലങ്ങൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് നാരായണീയത്തിൽ ഭഗവാൻ വിശ്വരൂപം എടുത്തു. കണ്ണെത്തിയാൽ നോക്കിയാൽ പോലും കാണാത്ത ഉയരത്തിൽ വിശ്വരൂപം അങ്ങനെ വിസ്തരിച്ച് പറയുന്നു. പാതാളം കാലായിട്ട് തോന്നി, രസാതലം കണങ്കാലുകൾ, സമുദ്രമൊക്കെ വയറായിട്ടും പർവ്വതമൊക്കെ അസ്ഥിയായിട്ടും വൃക്ഷങ്ങളൊക്കെ രോമമായിട്ടും സൂര്യചന്ദ്രന്മാരൊക്കെ കണ്ണായിട്ടും പ്രപഞ്ചത്തിലെ 14 ലോകങ്ങളിൽ എന്തൊക്കെ ഉണ്ട് അതൊക്കെ ഭഗവാന്റെ ഓരോ അവയവമായിട്ട് കണ്ടു. ഭാഗവത്തിൽ വിസ്തരിച്ച് പറയുന്നത് തത് വിശ്വരൂപം വാമന രൂപം വർദ്ധിച്ചു എന്നൊക്കെ. തത് വാമനരൂപം വർദ്ധിച്ചു എന്ന് പറഞ്ഞിട്ട് കുറേ ശ്ലോകങ്ങൾ. എന്നിട്ടോ അടുത്ത ശ്ലോകം 7. ത്വത്പാദാഗ്രം നിജപദഗതം പുണ്ടരീഗോദ്ഭവോസോ ഗുണ്ടീതോയേ അർജിത പുനാത്യജലം വിശ്വലോകാൻ ഹർഷോത്കർഷാസ്തു ബഹുതനൃതേ കേചരേരുത്സവേസ്മിൻ വേരി നിഗ്നൻ പൂനമചരജാംബവാൻ ഭക്തിശാലി. വളരെ ഭഗവാന്റെ ആ ഒരു ശരീരം ഉയർന്നപ്പോൾ കാല് ബ്രഹ്മലോകത്തെ എത്തിയിരിക്കണമെന്നാണ്. ബ്രഹ്മലോകത്ത് കാലെത്തണമെങ്കിൽ ആ രൂപം എത്ര വലിയ രൂപമാവണം. ബ്രഹ്മാവ കിട്ടിയ അവസരം പാഴാക്കാണ്ട് ആ കാലൊന്നാണ്ട് കഴുകി. കുണ്ടീതോയേ അതിജിത പുനാത് യജ്ജലം വിശ്വലോകാൻ. പുണ്ടരീകോദ്ഭവ ബ്രഹ്മാവ് പുണ്ടരീകോദ്ഭവൻ ബ്രഹ്മാവ് തൻ്റെ ലോകത്തിലെത്തിയ ആ കാലിൻ്റെ അഗ്രഭാഗത്ത് കുണ്ടീതോയുന്ന കിണ്ടിയുടെ അഗ്രം കൊണ്ട് ഒന്നങ്ങോട്ട് കഴുകി. സംസ്കൃതത്തിലത്തെ വാക്കാണ് കേട്ടോ കുണ്ടീതോയെ. കിണ്ടിയിലത്തെ വെള്ളം കൊണ്ട് കുണ്ടീതോയെ അസിജിത പുനാത് യജ്ജലം വിശ്വലോകാൻ. അത് ലോകത്തെ മുഴുവനെ ശുദ്ധീകരിച്ചു. തീർത്ഥജലം ആയതുകൊണ്ട് ആകാശഗംഗയായിട്ട് അത് ഒഴുകി. അങ്ങനെയാണ് വിഷ്ണുപതി വാമനാവതാരംക്കാണ് ഗംഗയ്ക്ക് വിഷ്ണുപതി എന്ന പേര് കിട്ടിയത്. അത് ഗംഗയായിട്ട് ഒഴുകുകയും ചെയ്തു, അല്ലെങ്കിൽ ബ്രഹ്മാവ് ഒഴുക്കി. യജ്ജലം വിശ്വലോകാൻ, ലോകത്തിലെ മുഴുവനെ സന്തോഷിപ്പിച്ചുകൊണ്ട് ശുദ്ധീകരിച്ചുകൊണ്ട് ആകാശഗംഗയായി. യജ്ജലം വിശ്വലോകാൻ, ലോകത്തെ മുഴുവനെ ശുദ്ധീകരിച്ച് ഒഴുകി. ത്വത്പാദാഗ്രം നിജപദഗതം, തൻ്റെ പാദപത്മങ്ങൾ ബ്രഹ്മലോകം പ്രാപിച്ചപ്പോൾ പുണ്ടരീകോദ്ഭവോസോ ബ്രഹ്മാവ് എന്ത് ചെയ്തു? കുണ്ടീതോയ അസിജിത പുനാത് ജലം വിശ്വലോകാൻ, തൻ്റെ കിണ്ടിയിലത്തെ കമണ്ടലും ആവാം കിണ്ടിയാവാം ആ വെള്ളം കൊണ്ടാണ് കഴുകിച്ചു എന്ന് പറയാണ്. അത് വിഷ്ണുപതി ആയിട്ടും ഗംഗയായിട്ടും ഒഴുകി. ഹർഷോത്കർഷാസ്തു ബഹുനൃതേ കേചരേ ഉത്സവേസ്മിൻ. ഹർഷോത്കർഷം സന്തോഷാഘോഷം, സന്തോഷത്തിൻ്റെ ആഘോഷത്താൽ പലരും നൃത്തം ചെയ്തു. ആകാശചാരികൾ നൃത്തം ചെയ്തു. കേചരേ ഖം എന്ന് പറഞ്ഞാൽ ആകാശം, കേചരേ എന്ന് പറഞ്ഞാൽ ആകാശചാരികൾ. കേയിൽ ചരിക്കുന്നവർ, കത്തിൽ ചരിക്കുന്നവൻ കേചരേർ. ഉത്സവേസ്മിൻ, ആ ആഘോഷത്തിൽ എന്ത് ചെയ്തു? ജാമ്പവാൻ പെരുമ്പറ കൊട്ടി ആഘോഷിച്ചു. അന്നും ഉണ്ട് ജാമ്പവാൻ, കുറേ കാലത്തിന് ശേഷം ഉണ്ട് ജാമ്പവാൻ. ഭേരി എന്ന് പറഞ്ഞാൽ പെരുമ്പറ, നിക്കുന്നൻ കൊട്ടിയിട്ട്. ഭേരി നിഗ്നൻ ഭുവനമചരറ്റ്, ലോകം മുഴുവനെ സഞ്ചരിച്ചു. ഭഗവത് മഹാത്മ്യം വാഴ്ത്തിക്കൊണ്ട് ഭുവനം അചരറ്റ്, ഭുവനത്തിൽ സഞ്ചരിച്ചു. ആര്? ജാമ്പവാൻ. ശക്തിശാലിയായിരിക്കുന്ന ജാമ്പവാൻ. വിശ്വരൂപമെടുത്തതായിട്ടുള്ള ഭഗവാന്റെ മഹാത്മ്യം പെരുമ്പറ കൊട്ടി ലോകം മുഴുവനും മുഴക്കി. ആകാശഗംഗയായിട്ട് ഭഗവത് പാദത്തിൽ നിന്നുള്ള തീർത്ഥം ഒഴുകുകയും ചെയ്തു. താവത്തേത്യാത്വനുമതിമൃതേ ഭർത്തുരാരബ്ധയുദ്ധ ദേവോപേതേർഭവതുനചരേ സംഗതോ ഭംഗമാപൻ കാലാത്മായം വസതി പുരതോ യദ്വശാ പ്രാജ്ഞിതാസ്മാ കിംബോയുദ്ധേരിതി ബലിഗിരാതേതപാതാളമാവു. ഭഗവാന്റെ മാഹാത്മ്യം അറിയാതെ താവത് ദൈത്യാത് അസുരന്മാർ പ്രവർത്തിയാണ്. മഹാബലി കുറേ
കിങ്കരന്മാരുണ്ട്. ഇവിടെ എത്രയാ ഭടന്മാരും കിങ്കരന്മാരും ചക്രവർത്തിക്ക് ശരി അങ്ങനെയുണ്ട്. അവരെന്ത് ചെയ്തു? ഭഗവാൻ അനുമതി മൃതേ, തങ്ങളുടെ നാഥനായിട്ടുള്ള മഹാബലിയുടെ അനുമതി പോലും കൂടാതെ ഭഗവാനോട് യുദ്ധം പ്രഖ്യാപിച്ചു. ഞങ്ങളുടെ സ്വാമിയെ ബന്ധിക്കാനും തോൽപ്പിക്കാനും നിങ്ങൾ ആരാണ്, അല്ലെങ്കിൽ അങ്ങാരാണ്? വിഷയമെന്നവർക്ക് ആ സൈന്യം മഹാവിഷ്ണുവിനെ എതിരിട്ടു. താവത് ദൈത്യാർത്ഥനുമതി മൃതേ, അനുമതി കൂടാതെ ഹൃദേ. ഒന്നുമില്ലെങ്കിൽ ചക്രവർത്തിയുടെ ആജ്ഞയ്ക്കെങ്കിലും കാത്തു നിൽക്കണ്ടേ? ഓർഡർ കിട്ടിയാലേ എന്തും ചെയ്യാവൂ നിയമമുണ്ട്. പക്ഷെ അത് ലംഘിച്ചിട്ട് ഇവർ എന്ത് ചെയ്തു? ഭർത്തുരാരബ്ധ യുദ്ധം തുടങ്ങി. നാഥനായ മഹാബലിയുടെ സമ്മതം കൂടാതെ യുദ്ധം ആരംഭിച്ചു. ഭർത്തുർ അനുമതി ഹൃദേ ആരബ്ധ യുദ്ധം ആരംഭിച്ചിട്ട് ദേവോപേതർബോധനചരേ സംഗതാഭംഗമാപൻ, പെട്ടെന്ന് വന്നു ചേർന്നിരിക്കുന്ന കിങ്കരന്മാരോട് ഏറ്റുമുട്ടി തോൽവി അടഞ്ഞു. ഉപേതേ ഭവതനുചരേ, പെട്ടെന്ന് വന്നു ചേർന്ന അവിടുത്തെ കിങ്കരന്മാരോട് ഏറ്റുമുട്ടി. ഭഗവാന്റെ കൂടെയുണ്ട് കിങ്കരന്മാർ, ഉണ്ടാവുമല്ലോ. ബ്രഹ്മചാരിക്കല്ലേ കിങ്കരന്മാരില്ലാണ്ടുള്ളൂ. വിഷ്ണുവിന് എത്ര കിങ്കരന്മാരെ വെച്ചാൽ പറയാൻ പറ്റുമോ? അവരോട് മഹാബലിയുടെ കിങ്കരന്മാർ ഏറ്റുമുട്ടി, മഹാബലിയുടെ അനുമതി പോലും നേടാതെ. അപ്പം മഹാബലി പറഞ്ഞു, അവിടെ നിർത്തിന് യുദ്ധം. ആരാ നിങ്ങളോട് യുദ്ധം ചെയ്യാൻ പറഞ്ഞ? ആജ്ഞയില്ലാണ്ട് വിത്തൗട്ട് ആൻ ഓർഡർ നിങ്ങൾ യുദ്ധം പ്രഖ്യാപിച്ചത് തെറ്റ്. യുദ്ധം പ്രഖ്യാപിക്കണമെങ്കിൽ സ്വാമി പറയണ്ടേ, ഡു ഇറ്റ് എന്ന് പറഞ്ഞാലേ ചെയ്യാൻ പാടൂ. അവിടെ നിർത്തിൻ, യുദ്ധമൊക്കെ അവിടെ നിർത്തിൻ. ഞാൻ പറഞ്ഞില്ലാണ്ട് നിങ്ങൾ എന്തിനാണ് യുദ്ധം ചെയ്യണത്? ആര് പറഞ്ഞു നിങ്ങളോട് യുദ്ധം ചെയ്യാൻ? അതെന്താ കാരണം? കാലം ആണ് എല്ലാറ്റിനെയും നിയന്ത്രിക്കണം. കാലാത്മായം വസതി പുരതോ, ഈ നിൽക്കുന്നത് ആരാ അറിയോ? കാലസ്വരൂപിയായിട്ടുള്ള ഭഗവാനാണ്. നമ്മൾ ഇത്രയും കാലം ജയിച്ച് വാണത് ആരുടെ അനുഗ്രഹം കൊണ്ടാണ്? ഈ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ്. സംശയമൊന്നും വേണ്ട ഇത്തരത്തിന്. ഈശ്വര നിശ്ചയമില്ലാണ്ട് ആർക്കും നന്നാവാനും പറ്റില്ല, കേടുവരാനും പറ്റില്ല. ഇപ്പം നന്നാവുമ്പോൾ സന്തോഷിക്കുക, ചീത്ത വരുമ്പോൾ മാറത്തടിക്കുക. ഇത് രണ്ടും നമ്മുടെ അറിവില്ലായ്മയാണ്. ഇതൊരു വലിയ അറിവിൻ്റെ ശകലമാണ്. ഇതൊക്കെയാണ് സത്യത്തിൽ നമ്മൾ ജീവിതത്തിൽ പഠിക്കേണ്ടത്. ഈ നിൽക്കണ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് നമ്മൾ ത്രിലോകം കീഴടക്കി പലതും നേടി. അതേ ഭഗവാൻ ഇപ്പം എന്ത് ചെയ്തിരിക്കണു? പരാജയത്തിന് നമ്മളെ വിധിച്ചിരിക്കണു. എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്? ഒന്നും ചെയ്യാൻ പറ്റില്ല, സഹിക്കുന്നേ പറ്റൂ. കിം വോ യുദ്ധൈ, യുദ്ധം കൊണ്ട് എന്ത് കാര്യം? ഇത്രയും കാലം നന്നായതും ഭഗവാൻ കാരണമാണ്. ഇപ്പം നന്നാവാതെ ആയാൽ അതും ഭഗവാൻ തന്നെ. നന്നാവാൻ നമ്മളൊന്നും ചെയ്തിട്ടില്ല, നന്നാവാതിരിക്കാൻ തെറ്റും ചെയ്തിട്ടില്ല. രണ്ടും ആര് നിശ്ചയിക്കണു? ഭഗവാൻ. അവിടെ ഇനിയൊരു നല്ല കാലത്തിന് വേണ്ടി കാത്തിരിക്കുകയല്ലാതെ ഇവിടെ ഒന്നും നമുക്ക് ചെയ്യാനില്ല. കിംബോ യുദ്ധൈരിതി ബലിഗിര തേതപാതാളമാബു. അങ്ങനെ മഹാബലിയെ അനുസരിച്ച് അവരെല്ലാം പാതാളത്തിലേക്ക് പോയി. അസുരന്മാരുടെ ലോകം എന്ന് പറഞ്ഞാൽ പാതാളമാണ്. താവത് ദൈത്യാത്മനുമതി മൃതേ, മഹാബലിയുടെ അനുമതി ഇല്ലാതെ. ഭർത്തുർ അനുമതി, അനുമതി ആരുടെ വെച്ചാൽ ഭർത്തു എന്നാണ്. ഭർത്തുവിൻ്റെ അനുമതിയാണ്. ഭർത്തു പറഞ്ഞ സ്വാമി, യജമാനൻ. അനുമതി കൂടാതെ അസുരന്മാർ വിഷ്ണുവിനെ എതിർത്തു. ദേവോപേതർ ഭവതനുചരി, എങ്ങനത്തെ അങ്ങയോട്? വന്നു ചേർന്ന ദേവന്മാരാകുന്ന അങ്ങയുടെ അനുജന്മാരോട് കൂടിയ അങ്ങയോട്, അങ്ങോട്ടേക്കൊന്നുമല്ല. ദേവോപേതർ, ദേവന്മാരോട് കൂടിയ അനുചരന്മാർ. സംഗതാഭംഗമാപൻ, യുദ്ധം ഉണ്ടായി. അപ്പോഴാണ് മഹാബലി നിർത്തൻ കാലാത്മായം വസതി പുരതോ, ഈശ്വരൻ ഇതാ നിൽക്കുന്നുണ്ട്. ആ ഈശ്വരൻ ഇത്രയും കാലം നമ്മളെ ജയിപ്പിച്ചു, ഇപ്പം തോൽപ്പിച്ചിരിക്കണു. ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മൾ പറഞ്ഞിട്ടല്ലല്ലോ ജയിച്ചത്, നമ്മൾ പറഞ്ഞിട്ടല്ല തോറ്റതും. രണ്ടും നമുക്ക് ഏറ്റുവാങ്ങുക, ശിരസ വഹിക്കുകയല്ലാതെ വേറെ മാർഗമില്ല. യത് ബശാപ്രജിതാസ്മ, മുമ്പേ നമ്മൾ ജയിച്ചു. ജിത
ഇപ്പോൾ പരാജയമാണ് ഈശ്വരൻ നമുക്ക് നിശ്ചയിച്ചിരിക്കുന്നത്. അത് വാങ്ങുക എന്നല്ലാണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ ഈ വിഷയത്തിൽ കഴിയും? കിംബോ യുദ്ധം കൊണ്ട് എന്ത് കാര്യം? ഇതി ബലിഗിര തേത പാതാളമാബു. ആ വാക്കിനാൽ അവരെല്ലാം പാതാളത്തിലേക്ക് പോവുകയും ചെയ്തു. ബ്രഹ്മാവ് ആ പാദം കഴുകി അതെല്ലാം ലോകത്തിനോട് ആകാശഗംഗയായിട്ടൊഴുകി. ആ ജാമ്പവാൻ പെരുമ്പറ കൊട്ടി ഈ ജയാഘോഷം എല്ലാ ലോകങ്ങളിലും ആഘോഷിച്ചു. ബലിയുടെ കിങ്കരന്മാരും അനുചരന്മാരും സൈന്യങ്ങളും ഭഗവാനോട് യുദ്ധം ചെയ്ത് ഭഗവാന്റെ സൈന്യവും ഉണ്ടായിരുന്നു. അപ്പോൾ മഹാബലി അവരെ തടഞ്ഞു. ഭഗവാന്റെ അനുഗ്രഹത്താൽ നമ്മൾ മുമ്പ് ജയിച്ചു, ഇപ്പോൾ ഭഗവത് സങ്കല്പത്താൽ നമ്മൾ തോറ്റു. രണ്ടും നമ്മൾ ആളല്ല, അതുകൊണ്ട് യുദ്ധം നിർത്തുക. ഇത് ബലിഗിര തേത പാതാളമാബു. ആ അസുരന്മാരെല്ലാം പാതാളത്തിൽ പോയി ഒളിക്കുകയും ചെയ്തു. നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.